മൂന്നാറിലെ ചിന്നക്കനാലിലുള്ള ഒരു മനോഹരമായ സ്റ്റേയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹോളിഡേ ഹെവൻ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ചിന്നക്കനാലിൽ നിന്ന് കൊളുക്കുമല റൂട്ടിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഏകദേശം ചിന്നക്കനാൽ വാട്ടർഫാൾസിൽ നിന്നും ഒരു 3 കിലോമീറ്റർ പോയാൽ നമുക്ക് ഈ സ്റ്റേയിലെത്താം. റിസോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ റിസപ്ഷൻ കാണാം. അവിടെ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച ശേഷം അവർ നമ്മുടെ റൂം കാണിച്ചു തരും. ഒരു മനോഹരമായ കുന്നിൻ്റെ താഴ്വാരത്താണ് ഈ സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റും നമുക്കൊരു മൗണ്ടൻ വ്യൂ ആണ് മൊത്തം കാണാൻ കഴിയുന്നത്. വലിയൊരു ഗാർഡന് ചുറ്റും ചെറിയ വില്ലകളായിട്ടാണ് ഇവിടുത്തെ റൂമുകളുടെ കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസി ഫീൽ ചെയ്യും. നമ്മുടെ റൂമിൻ്റെ അടുത്ത് വരെ തന്നെ വാഹനം എത്തുന്നതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രായമായവരോ അതുപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഉപകാരപ്രദമാണ്. അതുപോലെ നമ്മുടെ ലഗേജൊക്കെ എടുത്ത ശേഷം ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. അവിടെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല. കയറി വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ ആയിട്ടൊരു ലിവിങ് ഏരിയ. അവിടെ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ബെഡ്റൂമിലേക്കാണ്. നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമും ഒരു കിങ് സൈസ് ബെഡും ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ വൃത്തിയാണ്. ഈ സ്റ്റേ മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അതുപോലെ തന്നെ റൂമിലെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു TV നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലാണ് വാഷിംഗ് ഏരിയ. അവിടെ നിന്നാണ് ടോയ്ലറ്റിലേക്ക് കിടക്കുന്നത്. അത്ര വലിയ ബാത്റൂമൊന്നും അല്ലെങ്കിലും ഗ്ലാസ് ഡിവൈഡ് ചെയ്ത് ഒരു ഷവർ റൂം ഉള്ളതുകൊണ്ട് നല്ല വൃത്തിയിൽ ഡ്രൈ ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ മൊത്തം 9 വില്ലകളാണ് ഉള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണിത്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഇനി ഇവിടുത്തെ ഗാർഡൻ്റെ കാഴ്ചകളിലേക്ക് പോയാൽ ഇതായിരിക്കും ഇവിടുത്തെ ഗാർഡനിൽ നിന്നുള്ള റിസോർട്ടിൻ്റെ ഒരു വ്യൂ. ഗാർഡനകത്ത് കിഡ്സ് പ്ലേ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ കുട്ടികളോടൊപ്പം ഒരു ദിവസം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാം. ഇനി ഇവിടുത്തെ റേറ്റ് വരുന്നത് 3000 രൂപയാണ് ഒരു ഫാമിലിക്ക്, അതായത് 2 അഡൽട്ടിന്. എക്സ്ട്രാ വരുന്ന ഒരാൾക്ക് 700 രൂപയും. അപ്പോൾ മൊത്തം 3 പേർക്ക് 3700 രൂപയാണ് ഈ ഒരു സ്റ്റേയുടെ റെൻറ്റ്. പിന്നെ ഇവിടുത്തെ ഒരു കുറവായിട്ട് തോന്നിയത് ഇതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഇല്ല. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പുറത്ത് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കണം. വില്ലകളായതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനും ഫാമിലിക്കും ഒരേ സമയം സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് പ്രൈവസിയുടെ ഒരു പ്രോബ്ലം ഒന്നും വരുന്നില്ല കേട്ടോ. കൊളുക്കുമലയിലേക്ക് വരുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഈ സ്റ്റേ. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റി കിളികളെ നമുക്ക് ഈ ഗാർഡനിൽ കണ്ടാസ്വദിക്കാം. ഇനി ഇവിടുത്തെ മറ്റൊരു ആക്ടിവിറ്റിയാണ് ഷട്ടിൽ കോർട്ട്. ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിനുവേണ്ടി ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്.
നമുക്ക് തരുന്ന ഷട്ടിൽ ബാറ്റ് നല്ല രീതിയിൽ ഉപയോഗിച്ച് അതുപോലെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പറയാനുള്ള കാരണം ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാ ബാറ്റും ഒടിഞ്ഞതായിരുന്നു. നല്ലൊരു നേരം പോക്കാണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് കിട്ടുന്നത്. ഷട്ടിൽ കോർട്ടിൻ്റെ ബാക്കിലായിട്ടാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ. കോമൺ ആയിട്ടുള്ളൊരു ക്യാമ്പ് ഫയറാണ്. ക്യാമ്പ് ഫയറിനോടൊപ്പം പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സ്റ്റേജിൻ്റെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഈവനിങ്ങോട് കൂടി നമ്മുടെ റിസോർട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ പോയാൽ ചിന്നക്കനാൽ വാട്ടർഫാൾസിലേക്ക് എത്താം. മൂന്നാറിലെ ഏറ്റവും ഒരു മനോഹരമായ റൂട്ടാണ് ഈ ചിന്നക്കനാൽ റൂട്ട്. ആ ഒരു കോടമഞ്ഞ് ഇറങ്ങുന്ന സമയമായതുകൊണ്ട് ഒരു ചെറിയ ചായ കുടിച്ച് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. തേയിലത്തോട്ടങ്ങൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കൂടാതെ മലമുകളിൽ നിന്നും തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്ന കോടമഞ്ഞ് കൂടിയാകുമ്പോൾ കിട്ടുന്ന ആ ഒരു കാഴ്ച അതിഗംഭീരമാണ്. മൂന്നാറിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം. തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു ചിന്നക്കനാൽ ഭാഗം. വരുന്ന വഴി മൊത്തം ഇതുപോലെ മനം മയക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ മൂന്നാറിൽ വന്നാൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഇവിടെ കാണുന്നതെല്ലാം മനോഹരമായ കാഴ്ചകളാണ്. അതുതന്നെയാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ഈ കാണുന്നത്. മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങി വരുന്ന ആ കോടമഞ്ഞിൻ്റെ ആ ഒരു കാഴ്ച. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരുപാട് വൈകിയാണ് തിരിച്ച് റൂമിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു നൈറ്റ് ആംബിയൻസ് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഒരു 6 മണിക്ക് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ കാണുന്ന ഒരു ഗംഭീര മോർണിംഗ് വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കൂടാതെ ഈ ഗാർഡനിൽ ഒരുപാട് കിളികളുള്ളതുകൊണ്ട് അവരുടെ മനോഹരമായ ശബ്ദം കൂടിയായപ്പോൾ നല്ലൊരു ആംബിയൻസായി. അങ്ങനെ രാവിലെ 8 മണിയായപ്പോഴേക്കും നമുക്കുള്ള കോഫി അവർ റൂമിലേക്ക് എത്തിക്കും. അതിപ്പോൾ കോഫി ആയാലും ടീ ആയാലും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മേക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അതവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞ് 1 മണി മുതൽ പിറ്റേന്ന് രാവിലെ 11 മണി വരെയാണ് നമുക്ക് ഈ സ്റ്റേ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഡിസംബർ മാസത്തിൽ 3 പേർക്ക് 3700 രൂപ എന്ന് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് സ്റ്റേ എന്ന് തന്നെ ഇതിനെ പറയാം. ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.